ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ ഒടുവിൽ മുട്ടുമടക്കി PSC ചെയർമാൻ. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറാൻ തീരുമാനം. പരീക്ഷാ കൺട്രോൾക്ക് അന്വേഷണം കൈമാറിയ ഉത്തരവ് റദ്ദാക്കും. തീരുമാനം കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന്. PSC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI പ്രവർത്തകരുമായിരുന്ന അഭിമന്യു വധക്കേസിൽ പ്രതികൾ ഹാജരായി. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഹാജരായത് 1 മുതൽ 16 വരെയുള്ള പ്രതികൾ. വിചാരണ നടക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. KSRTC സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ നഷ്ടത്തിലായതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധം ജൂലൈ 20-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിക്കുന്ന ഉപവാസ സമരത്തിന് മുന്നോടിയായി. ബംഗാളിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. മമതാ ബാനർജിയുടെ വസതിക്ക് മുന്നിൽ വൻ സുരക്ഷാ സന്നാഹം. മമതയെ വീട്ടുതടങ്കലിലാക്കിയെന്ന് തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ വസതിക്ക് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് കേന്ദ്രസേനയും പോലീസും. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് നിർണായക യോഗം ഇന്ന് വൈകിട്ട്. ചമ്പത്രായുടെയും ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയുടെയും രാജിയിൽ നിർണായക തീരുമാനം. കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഭരണനിർവഹണത്തിന് നിയമിച്ചേക്കും. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വികസന സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്താനും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കുകയും ലക്ഷ്യം. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത് 40 വർഷങ്ങൾക്ക് ശേഷം. ഇസ്രയേലിന് അമേരിക്ക അല്ലാതെ മറ്റൊരു ശക്തമായ സഖ്യകക്ഷി ഇല്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് സമ്മതിക്കുമ്പോഴും ഇന്ത്യ നൽകുന്നത് അതിശക്തമായ പിന്തുണയെന്ന് നെതന്യാഹു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക്. എറണാകുളം മുതൽ വയനാട് വരെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. മഹാരാഷ്ട്ര തീരപ്രദേശത്ത് വൻ നാശനഷ്ടം. മുംബൈയിൽ 4 നില കെട്ടിടം തകർന്ന് 6 മരണം. കോറോ ഹെൽത്ത് ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട സംഭവത്തിൽ ഉമ തോമസ് MLA, ലേബർ കമ്മീഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചർച്ച നടന്നു. കമ്പനി അധികൃതർ 10-ാം തീയതി ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നും തൽസ്ഥിതി തുടരാമെന്ന ധാരണ കമ്പനി ലംഘിച്ചുവെന്നും അത് ഉടൻ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉമ തോമസ് MLA. ഫിഫ ലോകകപ്പിൽ നിന്ന് കരുത്തരായ ബ്രസീൽ പുറത്ത്. കാനറികളെ തകർത്ത് നോർവേ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ. ഇരട്ട ഗോൾ നേട്ടവുമായി എർലിംഗ് ഹാലൻഡ്. ഗോൾ വേട്ടയിൽ മെസ്സിക്കും എംബാപ്പയ്ക്കുമൊപ്പം. വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. മെക്സിക്കോയെ 3-2-ന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം. പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം ഇന്ന് രാത്രി 12:30-ന്. മലയിടംതുരുത്ത് ഒഴിപ്പിക്കൽ നടപടി 1 വർഷത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി അനുമതി. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിക്ക് ഒഴിപ്പിക്കൽ നടപടി നിർത്താൻ നിർദ്ദേശം നൽകി. ഉത്തരവ് താമസക്കാരുടെ പുനരധിവാസത്തിന് സമയം അനുവദിച്ചുകൊണ്ട്.